بسم الله الرحمن الرحيم حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما والمحصنات من النساء إلا ما ملكت أيمانكم كتاب بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد നമ്മൾ നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എടുത്ത് ഇനി നിക്കാഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണർത്താൻ ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചപ്പോൾ അവസാനമായി പറഞ്ഞത് മഹറുമായി ബന്ധപ്പെട്ടാണ്. മഹർ എന്ന് പറഞ്ഞാൽ നിക്കാഹിൽ ഒരു സ്ത്രീക്കുള്ള നിർബന്ധ അവകാശമാണ് മഹർ. മഹർ എന്ന് പറഞ്ഞാൽ അതിന് സദാഖ്, അതേപോലെ ഫരീദത്ത്, അതേപോലെ നിഹ്ലത്ത്, അജ്ർ, ഇങ്ങനെ വിവിധ പേരുകൾ മഹറിന് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും പിന്നെ തിരുസുന്നത്തിലും. മഹർ വിവാഹത്തിൽ സ്ത്രീയുടെ അവകാശമാണ്. മഹറിന്റെ വിധി മഹർ വാജിബാണ്. മഹർ വാജിബാണ്. അത് അവിടെ മനസ്സിലാക്കേണ്ടത് മഹർ വിവാഹത്തിന് ഷർത്തല്ല എന്ന് പറഞ്ഞാൽ മഹർ ഇല്ലെങ്കിലും വിവാഹം ശരിയാകും. മഹർ, സദാഖ്, ഫരീദത്ത്, നിഹ്ലത്ത്, അജ്ർ ഇതൊക്കെ അതിൻ്റെ പേരുകളാണ്. വിവിധ പേരുകളുണ്ട്. മഹർ വാജിബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ല. വആതുൻ നിസാഅ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകണം സദഖാതിഹിൻ അവരുടെ സദഖാത്ത് എന്ന് പറഞ്ഞെങ്കിൽ മഹറുകൾ. അവിടെ സദഖാത്ത് എന്നുള്ളതിന് മഹറിനാണ് പ്രയോഗിച്ചത്. സദഖകൾ നൽകണം. നിഹ്ലതൻ എന്ന് പറഞ്ഞാൽ സദഖതൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഹിബതൻ മിനല്ലാഹ്, അതിയ്യതൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനമായി. നിഹ്ല എന്ന് പറഞ്ഞാൽ നിഹ്ലതൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനം, ഹദിയ, അതിയ്യ. ജാഹിലിയ്യത്തിൽ സ്ത്രീകൾക്ക് മഹർ കൊടുക്കുമായിരുന്നില്ല. സ്ത്രീകളുടെ മഹർ പുരുഷന്മാർ പിടിച്ചു വെക്കുക ചെയ്യുക. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു, സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നതായ മഹറിനെ സ്ത്രീകൾക്ക് അവരിലേക്ക് ചേർത്തിട്ട് അതവർക്ക് കൊടുത്തു. അതായത് അള്ളാഹു പറഞ്ഞു,
പിന്നെ ചില ഒരിടത്ത് അള്ളാഹു പറഞ്ഞു ഫആതൂഹുന്ന ഉജൂറഹുൻ, ഫആതൂഹുന്ന നിങ്ങൾ സ്ത്രീകൾക്ക് നൽകണം ഉജൂറഹുന്ന ആ സ്ത്രീകളുടെ അജ്റുകൾ, അജ്ർ എന്ന് പറഞ്ഞാൽ അവരുടെ മഹർ. അപ്പോൾ സ്ത്രീകളിലേക്ക് ചേർത്താണ് അള്ളാഹു പറഞ്ഞത് മഹറിന്. അതുപോലെ സദഖാത്തിഹിന്ന സ്ത്രീകളുടെ സദഖകൾ, ഉജൂറഹുന്ന സ്ത്രീകളുടെ പിന്നെ അജ്റുകൾ എന്ന് പറഞ്ഞാൽ മഹറുകൾ. അപ്പോൾ സ്ത്രീകളിലേക്ക് എന്ത് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല മഹറിനെ ചേർത്തു. സ്ത്രീകളുടേതാണ് മഹർ, അത് അവർക്ക് ഉടമപ്പെട്ടതാണ്. അവിടെ ആ ഉജൂറഹുന്ന അല്ലെങ്കിൽ സദഖാത്തിഹിന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഇദാഫത്തു തംലീക്ക് എന്നാ പറയാം. അത് സ്ത്രീകളുടെ ഉടമാവകാശമാണ്. സ്ത്രീകൾ അവർക്ക് അവകാശപ്പെട്ടതാണ്, അതിന് ആരും കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ പുരുഷന്മാർ മേധാവിത്വം വെച്ച് പുലർത്തിയിരുന്നതായ മഹറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് വാങ്ങിക്കൊടുത്തു. അതുകൊണ്ടാണ് വആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ലതൻ, നിഹ്ലതൻ എന്ന് പറഞ്ഞാൽ അതിയതൻ വഹിബതൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഹദിയയാണ് അവർക്കത് എന്ന് പറഞ്ഞത്. അള്ളാഹു അവർക്കത് പിന്നെ നൽകിയത് കാരണത്താൽ. അപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടം മഹർ സ്ത്രീകൾക്ക് നൽകൽ നിക്കാഹിൽ വാജിബാണ്, നിർബന്ധമാണ്, വാജിബാണ്. മഹർ നൽകിയിട്ടില്ലെങ്കിലും വിവാഹം സഹീഹാകും. ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമൂഹുന്ന മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിദൂ ലഹുന്ന ഫരീദ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമൂഹുൻ, സ്ത്രീകളെ നിങ്ങൾ വിവാഹം മോചനം നടത്തിയെങ്കിൽ റഹ്മക്കല്ലാ അതിൽ കുഴപ്പമില്ല. മാലം തമസ്സൂഹുന്ന ആ സ്ത്രീകളെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ്, ഔ തഫ്രിദൂ ലഹുന്ന ഫരീദ അല്ലെങ്കിൽ അവർക്കുള്ള ഫരീദത്തിനെ നിങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പ്. അപ്പോൾ സ്ത്രീകൾക്ക് മഹർ നിശ്ചയിക്കുന്നതിന് മുമ്പ്, സ്ത്രീകളെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ്, സ്ത്രീകളെ നിങ്ങൾ വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്ത് ശരിയാകും? അഖദ് വിവാഹ ഉടമ്പടി ശരിയാകും. അതുകൊണ്ടല്ല തലാഖ് നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതേപോലെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉഖബത്ത് ബിൻ ആമിറിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ ഒരു സ്ത്രീ വന്ന്, അപ്പോൾ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു വ്യക്തി കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ പറയണത് അവർക്കൊരു മഹറൊന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ പെണ്ണിനെ ആ പുരുഷനെ ഉടമപ്പെടുത്തി കൊടുത്തു എന്നാണ്. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, വിവാഹ ജീവിതം തുടർന്നു. ഈ വ്യക്തിക്ക് മരണാസന്നമായി. മരണാസന്നനായപ്പോൾ ആ വ്യക്തി പറയാണ് കൂടെയുള്ളവരോട്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ഇവളെ വിവാഹം കഴിച്ചു തന്നു, ഞങ്ങൾക്കൊരു മഹറൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞങ്ങൾ മഹർ പിന്നെ ഇത് ഞാൻ അവൾക്ക് കൈമാറിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ മരണാസന്ന വേളയിൽ ഖൈബറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എനിക്ക് വീതിച്ച് നൽകിയ, ഖൈബറിൽ നിന്ന് റസൂലുള്ളാഹി എനിക്ക് വീതിച്ച് നൽകിയ സ്വത്തുണ്ട്, ഖൈബറിലെ യുദ്ധസ്വത്ത്, അത് ഞാൻ അവൾക്ക് അവളുടെ മഹറായിട്ട് നൽകിയതായി പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ അതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അവൾക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഖൈബറിലെ സ്വത്ത് നൽകി. അതിനപ്പുറം അയാൾ മരണപ്പെടുകയുണ്ടായി എന്നാണ്. അപ്പോൾ അവിടെ പിന്നെ വിവാഹ മൂല്യം മഹർ വാജിബാണ്. അതില്ലെങ്കിലും എന്ത് ചെയ്യും? നിക്കാഹ് സഹീഹാകും എന്നുള്ളതാണ്. മഹർ നിശ്ചയിക്കാതെ നടത്തപ്പെടുന്ന നിക്കാഹിനാണ് നിക്കാഹു തഫ്വീദ് എന്ന് പറയാം ഫിഖ്ഹിൽ. നിക്കാഹു തഫ്വീദ് കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു അധ്യായമുണ്ട്, നിക്കാഹു തഫ്വീദ്. അതിൽ മഹർ ഉണ്ടാവില്ല. പക്ഷേ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയാക്കിയ ഒരു വ്യക്തി അവളുമായി ഒഴിഞ്ഞിരുന്നാൽ എന്തായി? മഹർ സ്ഥിരപ്പെട്ടു. അത് വാജിബാണ്, സ്ഥിരപ്പെട്ടു, മഹർ കൊടുത്തോളണം. അല്ലെങ്കിൽ അവളായിട്ട് വീട് കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഇനി ഒഴിഞ്ഞിരുന്നു, അവളെ സ്പർശിച്ചു, അല്ലെങ്കിൽ അവളെ ചുംബിച്ചു, ഇതോടുകൂടിയൊക്കെ എന്തായി? മഹർ തഖറർ, മഹർ ഉറപ്പായി. അതോടുകൂടി മഹർ അവൾക്ക് നൽകൽ ബാധ്യതയായി. ഒരാൾ പിന്നെ
തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തു. അയാൾ മരണാസന്നനാണ്. മരണാസന്നനായ അവസ്ഥയിൽ തൻ്റെ ഭാര്യയെ ഒരാൾ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ മഹർ നിർബന്ധമായി, മഹർ നിർണിതായി. അപ്പം എങ്ങനെയാണ് മഹർ പറഞ്ഞിട്ടില്ലെങ്കിൽ മഹർ എന്താ കൊടുക്കുക? അതായത് പിന്നെ മഹർ നിശ്ചയിക്കാതെ എന്ത് ചെയ്ത് വിവാഹം നടന്നു. നമ്മൾ പറഞ്ഞു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയുമായി ഒരു അറയിൽ ഒരുമിച്ച് കൂടൽ കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ സ്പർശിക്കൽ കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ചുംബിക്കൽ കൊണ്ട് ഒക്കെ എന്തായി? മഹർ നിർണിതമായി, മഹർ കൊടുക്കൽ അനിവാര്യമായി, വാജിബായി. അപ്പം പറഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ മഹർ കൊടുക്കുക? എത്ര കൊടുക്കുക? അതിനാണ് മഹറുൽ മിസിൽ എന്ന് പറയാം. മഹറുൽ മിസിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇത് മഹറുൽ മിസിൽ എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മഹറുൽ മിസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ അവളുടെ മഹർ സാധാരണഗതിയിൽ നിശ്ചയിക്കപ്പെടാറുള്ളത് എങ്ങനെയാണ്? അവളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജ്യേഷ്ഠാഞ്ചത്തിമാർക്കൊക്കെ എത്രയാണോ മഹർ, അല്ലെങ്കിൽ അവളുടെ കുഞ്ഞാന്മാർ, അമ്മായിയന്മാർ, അവർക്കൊക്കെ എത്രയും മഹർ, ആ ഖദറായിരിക്കും ആ സ്ത്രീയുടെയും മഹർ. അതാണ് മഹറുൽ മിസിൽ. ഒരു സ്ത്രീക്ക് കല്യാണ വേളയിൽ മഹർ പറഞ്ഞിട്ടില്ല എങ്കിൽ, നിശ്ചയിക്കപ്പെട്ടില്ല എങ്കിൽ അവൾ മഹർ അർഹിക്കും. ഭർത്താവിൻ്റെ മേൽ മഹർ നിർബന്ധമാകും. ആ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. എത്രയാണ്? അത് മഹറുൽ മിസിലായിരിക്കും. മഹറുൽ മിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സഹോദരിമാർ, അല്ലെങ്കിൽ അവളുടെ അമ്മായിമാർ, കുഞ്ഞാമ്മമാർ, ഇവർക്കൊക്കെ എത്രയാണോ മഹർ, ആ മഹറായിരിക്കും ഈ സ്ത്രീക്കും അപ്പോൾ മഹറായി നൽകേണ്ടത്. മഹറിന് കൂടിയാൽ ഇത്ര, കുറഞ്ഞാൽ ഇത്ര എന്ന എന്തില്ല, ഒരു അതിരില്ല. കൂടിയാൽ ഇത്ര എന്നും കുറഞ്ഞാൽ ഇത്ര എന്നും അതിരില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബർക്കത്തുള്ള കല്യാണം ഏതാ? ബർക്കത്തുള്ള കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണമാണ്. ചെലവ് കുറഞ്ഞ കല്യാണമാണ് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള കല്യാണം. സ്ത്രീയുടെ ബർക്കത്തിൽപ്പെട്ടതാണ് അവളുടെ മഹർ എളുപ്പമാകൽ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഒരു സ്ത്രീ അവൾ ബർക്കത്തുള്ളവളാണ് എങ്കിൽ അവളുടെ മഹർ എളുപ്പമുള്ള മഹറായിരിക്കും. എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു സംഖ്യ ആവില്ല, അല്ലെങ്കിൽ വലിയൊരു ഭാരമാവാത്ത രീതിയിലുള്ള മഹറായിരിക്കും. മഹർ ഉപകരിക്കുന്ന എന്തായാലും മതി. ഉപകരിക്കുന്ന എന്തും മഹറായിട്ട് പറ്റും. അതിന് ആഭരണമായാലും ശരി, അല്ലെങ്കിൽ കാശായാലും ശരി, പിന്നെ അതല്ല ഉപകാരമുള്ള വേറെ എന്തെങ്കിലും ആണെങ്കിലും അത് മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കൾക്ക് മഹർ നൽകിയത് 12 ഉഖിയയേക്കാൾ കൂടിയിട്ടില്ല എന്നാണ്. 12 ഉഖിയ എന്ന് പറഞ്ഞാൽ 400 ദിർഹം. ഇന്നത്തെ സൗദി റിയാൽ നോക്കുകയാണെങ്കിൽ 110 റിയാൽ. 400 ദിർഹം, അതിനേക്കാൾ റസൂലുള്ളാഹിന്റെ മഹർ കൂടിയിട്ടില്ല എന്നാണ്. മക്കൾക്ക് മഹർ വാങ്ങിയത്, മഹർ കൊടുത്തതല്ല, മഹർ വാങ്ങിയത് 400 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി റിയാൽ വെച്ച് നോക്കുകയാണെങ്കിൽ 110 റിയാൽ. തൻ്റെ ഭാര്യമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മഹറിനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടിൽ അത് 12 ഉഖിയയും ഒരു നിശ്ചുമായിരുന്നു എന്നാണ്. 12 ഉഖിയയും നിശ്ചും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിർഹം 500 ദിർഹം എന്ന് പറഞ്ഞാൽ 140 റിയാൽ. ഇന്നത്തെ 140 റിയാൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മഹർ, ഭാര്യമാർക്കുള്ള മഹർ അതിനേക്കാൾ കൂടിയിട്ടില്ല. 500 ദിർഹമിനേക്കാൾ. 500 ദിർഹമിൻ്റെ വില ഇന്നത്തേത് 140 റിയാലാണ്. മഹർ ലളിതമാകലാണ് വിവാഹത്തിൻ്റെ ബർക്കത്ത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ റസൂലുള്ള ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങളുടെ മുഖത്ത് ചില അടയാളങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് മഹർ കൊടുത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്നു നവാതി മിൻ ദഹബ്, സ്വർണത്തിൻ്റെ ഒരു വസ്നു നവാത്ത് എന്ന ധാന്യമണി തൂക്കം, സ്വർണത്തിൽ നിന്നുള്ള ഒരു ധാന്യമണി തൂക്കമാണ് ഞാൻ മഹർ നൽകിയത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലിം വലൂബിഷ, ഒരാടിനർത്ഥെങ്കിലും വലീമ നൽകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല നൽകിയ മഹർ എന്താണ്? ഒരു ധാന്യമണിൻ്റെ തൂക്കത്തിലുള്ള ഒരു പിന്നെ സ്വർണ്ണ കഷ്ണമാണ് കൊടുത്തത്. സഹൽ ബിൻ സഅദിൽ നിന്നുള്ള ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു. അപ്പോൾ ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലെ, ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവളുടെ നഫ്സിനെ അവൾ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചു. റസൂലുള്ളാഹിനോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പള്ളിയിൽ വെച്ചാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, സഹാബികളൊക്കെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയുടെ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ കൂടി ആ പള്ളിയിലുണ്ടായിരുന്ന സഹാബികളിൽ ഒരാൾ, അയാൾക്ക് ഡ്രസ്സൊന്നുമില്ല, ഒരു തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഡ്രസ്സൊന്നുമില്ല. അയാൾ പറഞ്ഞു, റസൂലെ, നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് കല്യാണം കഴിച്ചു തരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, നിൻ്റെ അടുക്കൽ അവൾക്ക് മഹർ നൽകാൻ എന്താണുള്ളതെന്ന് വെച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്തൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി വീട്ടിൽ പോയിട്ട് നോക്കാൻ പറഞ്ഞു, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി. അതിന് വീട് തിരഞ്ഞ് വന്നിട്ട് പറഞ്ഞു, റസൂലെ, വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? അയാൾക്കൊന്നുമില്ല. അപ്പോൾ അയാൾ അവിടെ പോയിട്ട് ഇരുന്ന്. അങ്ങനെ കുറച്ച് സമയം നീണ്ടുപോയി. സ്ത്രീ നിൽക്കുകയാണ്, ഇയാളവിടെ ഇരുന്ന്. അങ്ങനെ അയാൾക്ക് മനസ്സിലായി, പിന്നെ മഹറൊന്നും ഇല്ലാത്തത് കാരണത്താൽ എനിക്ക് കല്യാണം കഴിച്ച് തരൂല്ല. അങ്ങനെ അയാൾ എഴുന്നേറ്റ് പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തിരിച്ചു വിളിച്ച്. പിന്നെ അയാൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലെ, വീട്ടിലൊന്നുമില്ല മഹറായിട്ട് കൊടുക്കാനെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, എൻ്റെ ഈ തുണിയുണ്ട്, ഈ തുണി അതിൻ്റെ പകുതി ഞാൻ മഹറായിട്ട് കൊടുത്തോളാം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ആകെ നിൻ്റെ മേലിൽ ചുറ്റിപ്പൊതിയാനുള്ളൊരു തുണിയാണ്, അതിന് പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ നഗ്നത മറക്കാൻ തികയില്ല. അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു മുണ്ടായിട്ട് എടുക്കാനും പറ്റൂല. പിന്നെ എങ്ങനെ കൊടുക്കും? അത് മഹറായിട്ട് കൊടുക്കും. അപ്പോൾ ആ സ്ത്രീ, അയാൾ അവിടെ ഇരുന്ന് കുറേ സമയം ഇരുന്നിട്ട് ഇനിയൊരു വഴിയൊന്നുമില്ല എന്ന് കാണുമ്പോൾ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ച്. എന്നിട്ട് പറഞ്ഞു, മാ മഅക മിനൽ ഖുർആൻ, നിൻ്റെ അടുക്കൽ എന്താണ് ഖുർആൻ ഉള്ളത് എന്ന് ചോദിച്ചു. ഖുർആൻ എനിക്ക് എത്ര അറിയും എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദാ വഖദ മിന സൂർ, ഇന്ന സൂറത്തുകളൊക്കെ എനിക്കറിയും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലക്തുക ഇയ്യാഹ ബിമാ മഅക മിനൽ ഖുർആൻ, നിൻ്റെ അടുക്കലുള്ള ഖുർആൻ, ഇത് ഒരു ഖുർആൻ, അതിനെ മഹറാക്കിയിട്ട് ഞാൻ നിനക്ക് അവളെ ഉടമപ്പെടുത്തുന്നിരിക്കുന്നു എന്ന് കല്യാണം കഴിച്ചു കൊടുത്തതെന്നാണ്. മനസ്സിലല്ലേ? അവൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ മഹർ എന്താ? മഹർ ഒരു വസ്തുവല്ല, പിന്നെയോ ഇവിടെ ഒരു മൻഫഅത്ത്, ഉപകാരമുള്ള ഒരു സംഗതിയാണ് മഹറായിട്ട് നിശ്ചയിച്ചത്. അപ്പം മഹർ എന്നുള്ളത് പിന്നെ ഉപകരിക്കുന്ന എന്തായാലും അത് മതിയാകും എന്നുള്ളതാണ്. അതേസമയം മഹറിന് കൂടിയ ഒരു പരിധിയോ കുറഞ്ഞ പരിധി ഇത്രയോ എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ ഫലാ തഅഖുദു മിൻഹു ഷൈഅ അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീന. പിന്നെ നിങ്ങൾ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുക മറ്റൊരു സ്ത്രീയെ പകരം കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ എന്നാണ്. അവരിൽ ഒരിക്കൾക്ക് ഒരു ഖിൻതാർ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, ഖിൻതാർ എന്ന് പറഞ്ഞാൽ വലിയ പർവ്വത സമ്മാനം എന്നാണ്. മഹർ നൽകിയിട്ടുണ്ടെങ്കിൽ ഫലാ തഅഖുദു മിൻഹു ഷൈഅ, മറ്റു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ആദ്യ ഭാര്യയ്ക്ക് കൊടുത്തതിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മഹർ മഹത്തരമാകാം എന്നതിൻ്റെ ഒരു തേട്ടം ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കൂടിയതിന് ഇത്രേ എന്ന് പറയാനോ അല്ലെങ്കിൽ കുറച്ച് ഇത്രേ എന്ന് പറയാനോ ഉള്ള എന്തില്ല, ഒരു കൃത്യമായ മാനദണ്ഡമല്ല മഹറിൻ്റെ വിഷയത്തിൽ. ഇതാണ് മഹറുമായി ബന്ധപ്പെട്ടുള്ളതായ ഏതാനും കാര്യങ്ങൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ലതൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനം എന്ന നിലക്ക് സ്ത്രീകൾക്ക് നിങ്ങൾ അവരുടെ സദഖാത്തിന് നൽകുക, മഹർ നൽകാൻ പറഞ്ഞു. അവിടെ മഹറിനെ സ്ത്രീകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാഫത്ത് ചേർത്തത് അത് അവർക്കുള്ള മിൽക്കാണ്, ഉടമസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ വാപ്പ ഒഴിച്ച് മറ്റൊരു വലിയനും മഹറിൽ നിന്നും തൊടാൻ അവകാശമല്ല. വാപ്പ ഒഴിച്ച്, വാപ്പയെ സംബന്ധിച്ചിടത്തോളം മാന്യമായ നിലക്ക് വാപ്പ എടുക്കുകയാണെങ്കിൽ അതാകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം വാപ്പ എന്നുള്ള നിലക്ക് മറ്റു വലിയന്മാർക്കൊന്നും എന്തില്ല, മഹറിന്ന് എടുക്കാൻ അവകാശമല്ല. കാരണം മഹർ സ്ത്രീയുടെ മിൽക്കാണ്, ഉടമസ്ഥതയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഫഇൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരിയ. ഫഇൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു, മഹറിൽ നിന്ന് സ്ത്രീകൾ അവരുടെ മനസ്സറിഞ്ഞ് അവർക്ക് നല്ലതാണ് തോന്നുന്നത് നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ ഫകുലൂഹു ഹനീഅൻ മരിയ, അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, ഉപയോഗിക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾ അവരുടെ മഹറിൽ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം നൽകിയിട്ടുണ്ട് എങ്കിൽ അതാകാവുന്നതാണ് ആ നിലക്ക്. അതില്ല എങ്കിൽ മഹർ സ്ത്രീയുടെ അവകാശമാണ്, അത് അവളുടെ സ്വത്വമാണ്. അതെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേരുടെ സ്വത്ത് പോലെ തന്നെയാണ് അതിൻ്റെ വിഷയം. വിവാഹത്തിൽ കല്യാണം കഴിച്ചാൽ ചില മര്യാദകൾ ഇസ്ലാമിലുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസ്മാ ബിൻത്ത് യസീദ് ഇബ്നു സക്കൻ എന്ന് പറയുന്ന സഹാബി വനിതയിൽ നിന്നുള്ള അൻസാരി സ്ത്രീയായ അവരിൽ നിന്ന് ധരിക്കുന്ന ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ കല്യാണം കഴിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഈ അസ്മാ ബിൻത്ത് യസീദാണ് അണിയിച്ചൊരുക്കിയത് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അണിയിച്ചൊരുക്കി അവർ കൊണ്ടുവന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് അവരെ ഇരുത്തി, ആയിഷയെ ഇരുത്തി. അപ്പോൾ ആയിഷ മണവാട്ടിയാണ്. അവരിങ്ങനെ തല താഴ്ത്തി ഇരിക്കുമ്പോൾ അസ്മാ ബിൻത്ത് യസീദ് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പാത്രത്തിൽ പാൽ കൊണ്ടുവന്ന് കൊടുത്ത്, ലബൻ കൊടുത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് അല്പം കുടിച്ച് പിന്നെ പാത്രം ആയിഷയ്ക്ക് നൽകി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയെണ്ണ എന്നുള്ള ആൾക്ക് അത് വാങ്ങിയിട്ട് കുടിക്കൊന്നുമില്ല. അപ്പോൾ അവർ ഇങ്ങനെ കുറവ് കാട്ടിയിട്ട് തല താഴ്ത്തിയിരുന്നപ്പോൾ അസ്മാ ബിൻത്ത് യസീദ് ആയിഷനെങ്ങനെ പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് പറഞ്ഞ് റസൂല ഇങ്ങനെ വെച്ച് കേട്ടാണ്. അപ്പോൾ അവർ വാങ്ങണില്ല, അവരിങ്ങനെ ലജ്ജിച്ചിരിക്കുകയാണ് തല താഴ്ത്തി. അപ്പോൾ അസ്മാ ബിൻത്ത് യസീദ് പറഞ്ഞ് റസൂല വെച്ച് കേട്ടിട്ടുണ്ടല്ലേ അത് വാങ്ങി കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അന്ന് വാങ്ങി അതിൽ നിന്ന് കുടിച്ച്. അങ്ങനെ റസൂല പിന്നെ അസ്മനോട് പറഞ്ഞ് ആയിഷയിൽ നിന്ന് വാങ്ങിയിട്ട് അവരോട് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അസ്മാ ബിൻത്ത് യസീദ് പറഞ്ഞു റസൂല നിങ്ങൾ തന്നെ വാങ്ങി അവരെ കയ്യിൽ നിന്ന്, എന്നിട്ട് നിങ്ങൾ കുടിച്ചിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ആയിഷയിൽ നിന്ന് തന്നെ റസൂൽ അത് വാങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. എന്നിട്ട് അത് അസ്മാ ബിൻത്ത് യസീദിന് കൊടുത്തു. അപ്പോൾ അസ്മാ ബിൻത്ത് യസീദ് പറയാൻ റസൂലുള്ള കുടിച്ചിട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച ആ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ചുറ്റും കുടിച്ചു എന്നാണ്, എല്ലായിടത്തും വായിച്ച് കുടിച്ചു റസൂലുള്ളാഹിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ള പറഞ്ഞ അവരുടെ കൂടെ പിന്നെ ആയിഷമ്മയെ കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ട്, അവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, പാല് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാങ്ങി കുടിക്കാൻ പറഞ്ഞു. നിങ്ങൾ കെദിബും ജൂവും ഒന്നിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. കെദിബും ജൂ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണം പാല്, കാരണം അവർക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ റസൂലുള്ളാഹിനോട് പറയാൻ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കളവും പിന്നെ വിശപ്പും ഒന്നിച്ച് വേണ്ട, വാങ്ങിയിട്ട് കുടിക്കാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീകളൊക്കെ അത് വാങ്ങി കുടിച്ചു എന്നാണ്. ഏതായാലും ഇവിടെ ഒരു പിന്നെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ പിന്നെ തൻ്റെ ജീവിതസഖിയായി കടന്നു വന്ന സ്ത്രീയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പിന്നെ രീതി ഇതിലുണ്ട്, മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പിന്നെ സൽ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ നല്ലൊരു പിന്നെ പ്രക്രിയയിലൂടെയാണ് അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെയാണ് ആയിഷയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് പണ്ഡിതന്മാർ പിന്നെ ഉണർത്തി. അതേപോലെ തന്നെ പിന്നെ ഭാര്യയായി കടന്നു വന്ന സ്ത്രീയെ അവൾ അറയിലെത്തിയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ തസവ്വജ അഹദുകും ഇംറഅതൻ, നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഫല്യഖുദ് ബിനാസിയതിഹ എന്നാണ്, അവളുടെ മൂർദാവ് പിടിക്കാൻ പറഞ്ഞു ഇങ്ങനെ. എന്നിട്ട് വലിയുസമ്മില്ല, ബിസ്മില്ല ചൊല്ലാനും വലിയദുഉ ബിൽ ബറക്ക, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാനും ആവശ്യപ്പെട്ടു. ബിസ്മി ചൊല്ലുക, എന്നിട്ട് ബറക്കത്തിന് വേണ്ടിയിട്ട് ദുആ ഇരക്കുക. ചില റിപ്പോർട്ടുകളിൽ വലിയഖുൽ, അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ എന്നാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജബൽതഹ വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ എന്ന് ദുആ ചെയ്യാൻ റസൂൽ ആവശ്യപ്പെട്ടതാണ്. ബറക്കത്തിന് വേണ്ടിയിട്ട് തേടുക, മൊത്തത്തിൽ നല്ല ബറക്കത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേടുക. പിന്നെ ഈ ദുആ പ്രത്യേകം, അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നി അസ്അലുക ഖൈറഹ, അല്ലാഹുവേ ഇവരുടെ ഖൈറിനെ ഞാൻ തേടുന്നു, വ ഖൈറ മാ ജബൽതഹ, ഇവരെ നീ സൃഷ്ടിച്ച, ഇവർക്ക് നീ നൽകിയ പ്രകൃതിയിലെ നന്മ ഞാൻ നിന്നോട് തേടുന്നു, വ അഊദു ബിക മിൻ ശർരിഹ, ഇവരുടെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, വ ശർരി മാ ജബൽതഹ, ഇവരുടെ പ്രകൃതിയിൽ സൃഷ്ടിപ്പിൽ നീ നിശ്ചയിച്ച തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ദുആ ഇരക്കാൻ പറഞ്ഞു.
അവിടെ സ്ത്രീയുടെ തലഭാഗം പിടിച്ചിട്ടാണ് ഇങ്ങനെ ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് വിവാഹിതരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ഇതേപോലെ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കൽ ദമ്പതികൾ പിന്നെ വരൻ ഇമാമായി നിന്ന് വധുവിനെ പിന്നിൽ നിർത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കൽ. ആ വിഷയത്തിലും ഹദീസുകൾ പിന്നെ അസറുകൾ കാണാൻ സാധിക്കും. ഒരു അസറിൽ അബൂ സഈദ് എന്ന് പറയുന്ന ഒരു മൗല, അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയാണ് അബൂ സഈദ്. അപ്പം അദ്ദേഹത്തോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും ഹുദൈഫയും അബൂ ദർറും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ ഭാര്യ നിൻ്റെ അറയിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ നീ 2 റക്അത്ത് നമസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹു കൊണ്ടുവന്നതിലെ നന്മ തേടുക, അള്ളാഹു തിന്മ വല്ലതുണ്ടെങ്കിൽ അതിൽ നിന്ന് അള്ളാഹുവിനോട് നീ രക്ഷയും തേടുക എന്ന് പറഞ്ഞ സംഭവം. അവിടെ പിന്നെ ഭാര്യ അറയിലെത്തിയാൽ 2 റക്അത്ത് നമസ്കരിക്കാൻ. വേറെ റിപ്പോർട്ടിലുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബൂ ഹരീസ് അല്ലെങ്കിൽ അബൂ ഹരീർ എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞത്, നിന്റെ ഭാര്യ അറയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവളോട് നീ കൽപ്പിക്കണം നിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ എന്നാണ്. വഅ്മുർ അഹ്ലക അൻ തുസല്ലിയ വറാഅക റക്അത്തൈൻ, നിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് നീ കൽപ്പിക്കുക. കാരണം ഈ അബൂ ഹരീർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാനൊരു പിന്നെ യുവതിയായ കന്യകയാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് ഇവളെന്നെ പ്രായം കുറവല്ലേ, അവളെന്നെ ദേഷ്യം പിടിപ്പിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്നാണ് അബൂ ഹരീർ അല്ലെങ്കിൽ അബൂ ഹരീസ് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബൂ ഹരീസിനോട് പറഞ്ഞത്, ഇണക്കമുണ്ടാക്കുന്നത് അള്ളാഹുവാണ്, ഇന്നൽ ഇൽഫ മിൻ അല്ലാഹ് വൽ ഫർഖ മിന ശൈത്താൻ, പിണക്കുണ്ടാക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യ അറയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അവളോട് നിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ കൽപ്പിക്കുക, 2 റക്അത്ത് നിസ്കരിക്കാൻ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്ത്? അള്ളാഹുവെ നീ കൊണ്ടുവന്നതിലെ നന്മ കനിയണമേ, വല്ല പിന്നെ വിപത്തുമാണെങ്കിൽ ഞാൻ നിന്നോട് അള്ളാഹുവിനോട് നീ രക്ഷയ്ക്ക് തേട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിഷയം പിന്നെ ദമ്പതികൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. വരൻ മുന്നിൽ നിൽക്കുക, വധുവിനെ പിന്നിൽ നിർത്തുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ വിഷയത്തിൽ പിന്നെ ഈ 2 അസറുകൾ അത് പിന്നെ കുറ്റമറ്റ രീതിയിൽ വന്നിട്ടുണ്ട്. ഇമാം പിന്നെ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്താണ് ഈ 2 സംഭവങ്ങൾ. ഷെയ്ഖ് അൽബാനി അത് പിന്നെ കുറ്റമറ്റ പരമ്പരയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിവാഹ ദിവസം പിന്നെ മണിയറയിൽ ദമ്പതികൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമാണ്. മാത്രമല്ല 2 റക്അത്തിനപ്പുറം പിന്നെ എന്ത് ചെയ്യുക, 2 ബർക്കത്തിന് വേണ്ടിയിട്ട് തേടുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നന്മ ലഭിക്കാനും അള്ളാഹുവിൽ നിന്ന് തിന്മ ചെറുക്കാനും ദുആ ഇരക്കുക എന്നുള്ളത് പിന്നെ അത് വാരിദായിട്ടുള്ള അസറുകളിൽ വന്നിട്ടുള്ള പിന്നെ തെളിവുള്ള സംഗതിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ജമാഅത്തായിട്ടുള്ളതാണ് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. അത് ജമാഅത്തായിട്ടാണ്. കാരണം പിന്നെ വരനോട് മുന്നിൽ നിൽക്കാനും അവളോട് പിന്നിൽ നിൽക്കാനാണ് പറഞ്ഞത്. നിന്റെ പെണ്ണിനോട് നീ നിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അത് പിന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇതാണ് പിന്നെ അറയിൽ ശ്രദ്ധിക്കാൻ, കല്യാണ ദിവസം അറയിൽ ശ്രദ്ധിക്കാൻ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതായ വിഷയം. ഏതായാലും പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. പിന്നെ ഷെയ്ഖ് മുഹിബുദ്ദീൻ അൽ ഖത്തീബ് പിന്നെ അൽബാനിൻ്റെ ആദാബു സിഫാഫ് എന്ന് പറയുന്ന കിതാബിൻ്റെ ആമുഖത്തിൽ ഒരു സംഭവം കൊടുത്തത് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. അതായത് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ അമവി ഖിലാഫത്തിൽ ഒരു ഭരണാധികാരിയായിരുന്നു അബ്ദുൽ മർവാൻ. അമവി ഖലീഫന്മാരിൽ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം പിന്നെ മുആവിയ, യസീദ്
മുആവിയ സാനി, പിന്നെ മർവാൻ ഇബ്നുൽ ഹക്കം. ഈ മർവാൻ എന്ന ഭരണാധികാരിൻ്റെ മകനായിരുന്നു അബ്ദുൽ മലിക്. 2 മക്കൾ, അബ്ദുൽ മലിക്കും അബ്ദുൽ അസീസും. അബ്ദുൽ മലിക് അതേപോലെ അബ്ദുൽ അസീസ് ഒരു സഹോദരങ്ങളാണ്. മർവാൻ പിന്നെ ഭരണാധികാരിയാണ്, മക്കൾ 2 ആളും. അബ്ദുൽ അസീസ് ഗവർണറായിരുന്നു. അബ്ദുൽ മലിക് വാപ്പാനെ തുടർന്ന് ഭരണാധികാരിയായ വ്യക്തിയാണ്. ഈ അബ്ദുൽ മലിക്കിന് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. അബ്ദുൽ മലിക്കിന് 4 ആൺമക്കൾ, ഹിഷാം, യസീദ്, സുലൈമാൻ, വലീദ്, 4 ആൺമക്കൾ. ഇവർ 4 പേരും ഖുലഫാക്കളാണ്. 4 പേരും അമവി ഖിലാഫത്തിൽ ഖലീഫന്മാരാണ്. പെൺകുട്ടിൻ്റെ പേര് ഫാത്തിമ. ഈ പെണ്ണിൻ്റെ പ്രത്യേകത, ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ പ്രത്യേകത, ഈ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിനെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അറിയപ്പെട്ട ഖലീഫയാണ്. അതായത് 5ാം ഖലീഫ എന്ന പേരിൽ ഖ്യാതി നേടിയ ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരാ? അബ്ദുൽ മലിക്കിൻ്റെ സഹോദരൻ അബ്ദുൽ അസീസിൻ്റെ മകനാണ്. അപ്പോൾ മർവാൻ്റെ പേരക്കുട്ടിയാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. മർവാൻ്റെ 2 മക്കൾ, അബ്ദുൽ മലിക്കും അബ്ദുൽ അസീസും. അബ്ദുൽ അസീസിൻ്റെ മകനാണ് ഉമർ. അബ്ദുൽ മലിക്കിൻ്റെ മക്കളാണ് ഈ പറഞ്ഞ 5 പേര്, അതിലൊരു പെൺകുട്ടി. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിനെയാണ്. അതായത് പിന്നെ അളാപ്പാൻ്റെ മകനെ അല്ലെങ്കിൽ മുത്താപ്പാൻ്റെ മകനെ പിന്നെ മകളെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത്. ഫാത്തിമയുടെ പ്രത്യേകത, അവരെക്കുറിച്ച് പറയാറുള്ളത് ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ബഅലുഹ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫത്തു ജദ്ദുഹ എന്നാണ്. അതായത് അവർക്ക് മാത്രം ചരിത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണത്. ബിൻതുൽ ഖലീഫ, അവൾ ഖലീഫൻ്റെ മകളാണ്. വൽ ഖലീഫത്തു ബഅലുഹ, അവളുടെ ഭർത്താവ് ഖലീഫയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയാണ്. ഉഖ്തുൽ ഖലായിഫ്, ഖലീഫമാരുടെ സിസ്റ്ററാണ്, പെങ്ങളാണ്. എന്നാൽ ഖലീഫമാരുടെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മലിക്കിൻ്റെ 4 മക്കൾ, വലീദും യസീദും ഹിഷാമും സുലൈമാനും, 4 മക്കൾ ഇവളുടെ സഹോദരങ്ങളാണ്, അവർ ഖലീഫന്മാരാണ്. വൽ ഖലീഫത്തു ജദ്ദുഹ, ഇവളുടെ വല്യാപ്പ മർവാനും ഖലീഫയാണ്. അപ്പോൾ ഇങ്ങനെ ഖലീഫന്മാർക്കിടയിൽ ജീവിച്ച പെണ്ണാണ് ആര്? പിന്നെ ഈ ഫാത്തിമ ഇവളെ കല്യാണം കഴിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ആദ്യകാല ജീവിതം വളരെ ആർഭാടത്തിലാണ്. കാരണം അദ്ദേഹം ഇതേപോലെ തന്നെ രാജകുടുംബത്തിൽ മെമ്പറാണ്, ഭരണാധികാരിയുടെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പിന്നെ ധർമ്മനിഷ്ഠയിൽ വളരുകയും അങ്ങനെ ദീൻ ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് ഖിലാഫത്ത് ഏറ്റെടുത്തതിൽ പിന്നെ വളരെ സാത്വികനായിട്ടാണ് ജീവിക്കുന്നത്, വിരക്തനായിട്ടാണ് ജീവിക്കുന്നത്. ഉമർ ഈ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അടുക്കലായിരുന്നു എന്ന് പിന്നെ സമ്പത്ത് മുഴുവനെന്നാണ്, അവളുടെ കയ്യിലായിരുന്നു ആഭരണങ്ങൾ മുഴുവനെന്നാണ്. ഖുർത്തൈ മാരിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ കവികളൊക്കെ കൈകാര്യം ചെയ്യുന്ന 2 ആഭരണങ്ങളുണ്ട്. ഖുർത്ത എന്ന കമ്മലാണ്, ഖുർത്തൈ മാരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ആഭരണങ്ങളാണ്. അതിനെക്കുറിച്ച് അറബി സാഹിത്യ ഗ്രന്ഥങ്ങളിലും കവിതകളിലൊക്കെ കാണാൻ സാധിക്കും. ഖുർത്തൈ മാരിയ അത് ഈ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മുതലായിരുന്നതാണ്. അത് മാത്രം മതി പിന്നെ ദുന്യവിയായിട്ടുള്ള സമ്പത്തായിട്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഈ ഖുർത്തൈ മാരിയ വരെ ഉടമപ്പെടുത്തിയ പെണ്ണായിരുന്നു ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്. അങ്ങനെ ഈ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ച് ഈ മുഴുവൻ സമ്പത്തായിട്ടാണ് അവർ എവിടെ വരുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖിലാഫത്ത് ഏറ്റെടുത്തതിൽ പിന്നെ ഈ മഹദിയെ ആത്മീയമായിട്ട് ഉപദേശിക്കുവാനും ഭൗതിക ലോകത്ത് വിരക്തിയിൽ വളർത്താനും ശ്രമിച്ചു. അതിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് വിജയം കണ്ടു. ഈ സ്ത്രീ പിന്നീട് വിരക്ത ജീവിതം നയിക്കണം. അതുകൊണ്ട് തന്നെ വാപ്പയും സഹോദരങ്ങളും കെട്ടിയഴിച്ച മുഴുവൻ ആഭരണങ്ങളും അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ് ഈ സമ്പത്ത് മുഴുവൻ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ സമ്പത്താണ്. വാപ്പയും സഹോദരങ്ങളും ഒന്നും ജനിച്ചു വന്നപ്പോൾ ഈ സ്വത്തൊന്നും അവരുടെ കയ്യിലില്ല. പിന്നെയോ ഇത് മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലെ സ്വത്താണ്, അത് മുഴുവൻ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭർത്താവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക് മുഴുവൻ ആഭരണങ്ങളും, അത് വലിയൊരു സമ്പത്താണ്, അത് മുഴുവൻ എന്ത് ചെയ്തു? ബൈത്തുൽ മാലിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് മുഴുവൻ കൊടുത്തതാണ്. ഈ ഖുർത്തൈ മാരിയ അടക്കം കൊടുത്തു എന്നാണ്. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസിനോടൊപ്പം വളരെ വിരക്തമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടായിരുന്നു ഫാത്തിമ ബിൻ അബ്ദുൽ മലിക് കഴിച്ചു കൂട്ടിയതെന്നാണ്. പക്ഷേ ആ ജീവിതം, ദാമ്പത്യ ജീവിതം കൂടുതൽ നീണ്ടു നിന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിച്ചു, കൂടുതൽ നീണ്ടു നിന്നില്ല. പക്ഷേ
പിന്നെ ഇവർ വിധവയായി. ഫാത്തിമ ബിന്തുൽ അബ്ദുൽ മലിക് വിധവയായി. ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിച്ചു. അപ്പോൾ ബൈത്തുൽ മാലിൻ്റെ ഹാരിസ് പാറാവുകാരൻ വന്നിട്ട് ഫാത്തിമയെ മുഖം കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും നിങ്ങൾ ഒരു വേള അന്നത്തെ ആഭരണങ്ങളൊക്കെ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചേൽപ്പിച്ചത്. ഞാനത് പൊതു സ്വത്തിലേക്ക് ചേർത്തിട്ടില്ല, അത് വേറെ കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ താല്പര്യപ്പെടുകയാണ് എങ്കിൽ ആ ആഭരണങ്ങൾ മുഴുവൻ വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് തരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെയാണ് ഇപ്പോൾ, കാരണം ഭർത്താവ് മരിച്ച്, ഇനി നിങ്ങൾക്കതൊക്കെ വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു എന്നാണ്, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിനെ ചതിച്ചിട്ടില്ല, ഇനി ആ ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിക്കുക എന്നുള്ളത് ഇല്ല തന്നെ. അദ്ദേഹത്തിനോടൊപ്പമുള്ള എൻ്റെ ജീവിതം വളരെ ധന്യമായിരുന്നു, അതുകൊണ്ട് ആ ജീവിതം അതേപോലെ നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ശിഷ്ടകാലം ഫാത്തിമ ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹ ഈ വിരക്ത ജീവിതം തുടർത്തുകയുണ്ടായതാണ് മരണം വരെ. പിന്നെ മുഹിബുദ്ദീൻ അൽ ഖത്തീബ് ഈ സംഭവം കൊടുത്തത് എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വൈവാഹിക ജീവിതം അതിനെ കരുപിടിപ്പിക്കുന്നതും ധന്യമാക്കുന്നതും ദുനിയാവല്ല, പിന്നെയോ അത് ആത്മീയ ജീവിതമാണ്. അങ്ങനെ ആത്മീയ ജീവിതം നയിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിനെ പോലെ ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം, നല്ല സൽകീർത്തിയുള്ളൊരു ജീവിതം, അത് മരണാനന്തരവും ദമ്പതികൾക്കുണ്ടാകും എന്നുള്ള ഒരു പാഠം നൽകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദീനീ നിഷ്ഠയാണ് പ്രധാനം. ദീനനുസരിച്ചുള്ളൊരു ജീവിതവും തഖ്വയിൽ അധിഷ്ഠിതമായൊരു വൈവാഹിക ജീവിതവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിലാണ് ഇഹത്തിലും പരത്തിലും ബർക്കത്ത്, നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിലും അതേപോലെ തന്നെ നാളെ ഉഖ്റവിയായിട്ടുള്ള ജീവിതത്തിലും. അതാണ് ആ വിഷയത്തിൽ പിന്നെ ഉണർത്താനുള്ളത്. അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ്.